റമദാനിലെ പ്രത്യേക പ്രാർത്ഥനയായ തറാവീഖ് നമസ്കാരത്തിന് ആദ്യ ദിവസം തന്നെ ഹറം പള്ളികളിലെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ. ഹറം കാര്യവിഭാഗം ഷൈഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഉൾപ്പെടെയുള്ളവർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. സലാത്തുൽ ഖിയാമി അസാബകുമുല്ലാഹ് ഇസ്തവൂ അഅ്തദിലൂ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. റമദാൻ ആരംഭിച്ചതോടെ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. റമദാൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ രാത്രി ഹറം പള്ളികളിൽ നടന്ന തറാവീ നമസ്കാരത്തിനെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. മക്കയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്, ഷെയ്ഖ് ബദർ അൽ തുർക്കി, ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ എന്നിവരും മദീനയിൽ ഷെയ്ഖ് അബ്ദുള്ള ബുഹൈജാൻ, ഷെയ്ഖ് മുഹമ്മദ് അൽ ബർഹജി എന്നിവരും പ്രത്യേക പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണമെന്നും ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ തിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കണമെന്നും ഇരു ഹറം കാര്യാലയ മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് മക്കയിലെ ഹറം പള്ളിയിൽ നടത്തിയ റമദാൻ സന്ദേശ പ്രഭാഷണത്തിൽ പറഞ്ഞു. تقربنا إلى الله عز وجل ونرعى فيها حق الله وحقوق عباده. 10 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുമാണ് ഇപ്പോൾ ഹറം പള്ളികളിൽ നമസ്കരിക്കുന്നത്. റമദാൻ അവസാനമാകുമ്പോഴേക്കും നേതൃത്വം നൽകുന്ന ഇമാമുമാർ നമസ്കാരത്തിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കും. റമദാൻ അവസാന 10 പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. 27-ാം രാവിലും 29-ാം രാവിലും നടക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഹറം പള്ളികളിലെത്തുക. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.